യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം തന്നെയാണോ ഇവിടുത്തെ കേരളത്തിലുള്ള മതന്തിനികൾ ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലായി മുഖ്യധാര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തന്നെ അവർക്ക് തോന്നിയ പോലെ വാർത്തകൾ പടച്ചുവിടുന്ന ഒരു കാഴ്ച കാണേണ്ടി വന്നു. ഇതിന്റെ എല്ലാം തൽബലമായി തലാലിന്റെ കുടുംബത്തിന്റെ ദേഷ്യവും വൈരാഗ്യവും വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന വിലയിരുത്തലുകൾ പുറത്തുവരുന്നു. നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിലിൽ ഉള്ളവർ പോലും പല തട്ടിലാണ്. അവിടെയും ഭിന്നത രൂക്ഷമാകുന്നു. സത്യത്തിൽ അവർക്ക് ഈ സ്ത്രീ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹമാണോ കൂടുതൽ, അതോ അതിൽ കൂടുതലായി അവരുടെ ഉള്ളിലുള്ള മതരാഷ്ട്രം മാത്രം ജയിക്കണമെന്നതാണോ? പലരും മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള വെളിച്ചപ്പാട് തുള്ളൽ കാണുമ്പോൾ വല്ലാത്ത ഭയം തോന്നുന്നു എന്നതാണ് സോഷ്യൽ ആക്ടിവിസ്റ്റായ അഞ്ജു പാർവതി വ്യക്തമാക്കുന്നത്. അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: എല്ലാവരും കൂടി കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്നത് പോലെയാണ് കാര്യങ്ങൾ. ആവേശ മല്ലൂസ്, പ്രത്യേകിച്ച് ആവേശ മീഡിയാസ് ഇടപെടൽ കാരണം നിലവിൽ തലാലിന്റെ കുടുംബം കൂടുതൽ പ്രകോപിതരാണ്. തലാലിന്റെ സഹോദരൻ 10 മിനിറ്റ് മുൻപിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ അയാൾ ആവർത്തിച്ചു പറയുന്നുണ്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ വാർത്ത വളച്ചൊടിച്ചതിനെ കുറിച്ചും പ്രതിയെ വിശുദ്ധയാക്കി തന്നെ കൊല്ലപ്പെട്ട ആളിനെ കൊടും ക്രിമിനലായിട്ട് കാണിക്കുന്നതിലും അവർ എത്രമേൽ അസ്വസ്ഥരാണ് എന്നത്. അയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അപ്പാടെ മലയാളികളുടെ മാപ്പപേക്ഷയാണ്. നഷ്ടപ്പെട്ട ജീവന് പകരം കൊലയാളിയുടെ ജീവൻ തന്നെ വേണം എന്ന കടുംപിടുത്തത്തിൽ നിൽക്കുന്ന അവരോട് ബ്ലഡ് മണി വാങ്ങി നിമിഷയെ റിലീസ് ചെയ്യൂ എന്നൊക്കെ പലരും അവിടെ പോയി എഴുതി വെക്കുന്നുണ്ട്. അയാളുടെ പ്രൊഫൈലിൽ മലയാളി മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളെക്കുറിച്ചുള്ള പോസ്റ്റൊക്കെയുണ്ട്. അതിനർത്ഥം നിമിഷപ്രിയ എന്ന ഇന്ത്യൻ കൾപ്രിറ്റിന്റെ നാട്ടിലുള്ള എല്ലാ നീക്കങ്ങളും അവർ കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. വധശിക്ഷ മാറ്റിവെച്ചതിന്റെ കട്ടക്കലിപ്പിൽ നിൽക്കുന്ന ഇരയുടെ സഹോദരൻ ആണ് അയാൾ. ആ വൈകാരികതയിൽ നിൽക്കുന്ന ആളിന്റെ പേജിൽ പോയി കൊലയാളിക്ക് മാപ്പ് ചോദിക്കുന്നത് എന്ത് ലോജിക്കാണ്? യമൻ കോടതി കേസ് പരിഗണിച്ച് കൂട്ടുപ്രതിയായ അവിടുത്തെ തന്നെ ആൾക്ക് 10 വർഷം തടവും മുഖ്യപ്രതി നിമിഷയ്ക്ക് വധശിക്ഷയും വിധിച്ചതാണ്. അപ്പീൽ കോടതികൾ ശിക്ഷ ശരിവെച്ചതുമാണ്. വാസ്തവം അതായിരിക്കെ തന്നെ അവരോട് പോയി നിമിഷപ്രിയ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് മാപ്പൊക്കെ ചോദിച്ചാൽ അവരുടെ പക ഇരട്ടിക്കുകയുള്ളൂ. നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിൽ ഉള്ളവർ പോലും പല തട്ടിലാണ്. സത്യത്തിൽ അവർക്ക് ഈ സ്ത്രീ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹമാണോ കൂടുതൽ, അതോ അവരുടെ ഉള്ളിലുള്ള മതരാഷ്ട്രം മാത്രം ജയിക്കണമെന്നതാണോ? പലരുടെയും മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള വെളിച്ചപ്പാട് തുള്ളൽ കാണുമ്പോൾ വല്ലാത്ത ഭയം തോന്നുന്നു. മോൻ മരിച്ചാലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീർ കണ്ടാൽ മതി എന്ന ലൈൻ. കൊടിയ വിഷങ്ങളായ വൃത്തികെട്ട മനുഷ്യർ. ഈ നിമിഷപ്രിയ കേസ് നമുക്ക് മുന്നിൽ വിളമ്പിയ മാധ്യമങ്ങളാണ് അവരുടെ മനോധർമ്മം അനുസരിച്ച് ഓരോന്ന് പടച്ചുവിട്ടത്. ഇവിടെ വന്ന കഥകളിൽ തലാൽ ഒരു ക്രൂരനായിരുന്നു. നിമിഷപ്രിയ സാഹചര്യം കൊണ്ട് കൊലയാളിയായ വ്യക്തിയും. ആ വാർത്തയ്ക്കൊപ്പം നിമിഷപ്രിയയ്ക്ക് വേണ്ടി രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ പറഞ്ഞത് നമ്മൾ അക്ഷരം പ്രതി ഫോളോ ചെയ്തു. ആ ബ്ലഡ് മണി പോലും ആ കുടുംബം ആവശ്യപ്പെടാതെ കൗൺസിൽ ഒത്തുതീർപ്പിന് കണ്ടെത്തിയ വഴിയും. ഈ ആക്ഷൻ കൗൺസിലിലുള്ള ആരുമായും തലാലിന്റെ കുടുംബം സന്ധി സംഭാഷണം നടത്തിയിട്ടില്ല. എങ്കിലും ഇവിടെ അതിൻ്റെ പേരിൽ പണം പിരിക്കൽ തുടങ്ങി എന്നതാണ് വാസ്തവം. ഇപ്പോൾ ആ കുടുംബം ആരാണ് എന്നും എന്താണ് എന്നും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ധാരണ വന്ന് തുടങ്ങിയപ്പോൾ നെല്ലും പതിരുമൊക്കെ ഒന്നൊന്നായി വെളിവാകുന്നു. സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയ വെറുത്തു പോകുന്നു. കൊറോണ വന്നിട്ടും പ്രളയം വന്നിട്ടും ഒന്നും ഒരു പാഠവും ഉൾക്കൊള്ളാത്ത ജന്മങ്ങൾ ഇനി എന്നത് എന്നാണ് നന്നാവാൻ? അത്രമേൽ മതരാഷ്ട്ര ധ്രുവീകരണം കൊണ്ട് വികലമാക്കപ്പെട്ട മനസ്സുകളായിപ്പോയി നമ്മുടേത്. ദയവ് ചെയ്ത് ആ പ്രൊഫൈലിൽ പോയി മാപ്പപേക്ഷ ഒപ്പിട്ട് കൊടുത്ത് അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് അവരെ കൂടുതൽ പ്രകോപിതരാക്കരുത്. പ്രത്യേകിച്ച് ആ നാട്, ആ സമൂഹം മുഴുവൻ നിലവിൽ തലാലിന് നീതി എന്ന ഒരൊറ്റ വാശിയിൽ നിൽക്കുമ്പോൾ. ഇതായിരുന്നു അവർ പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.